ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട്. അതെൻ്റെ മിസ്റ്റേക്കാണ്, നിങ്ങളുടേതല്ല അല്ലേ? അപ്പോൾ ഇവിടെ നല്ല വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരു ഇൻഷുറൻസ് ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. അവിടെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി കണ്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് IRDA ലൈസൻസിനുള്ള പരീക്ഷ എഴുതാൻ പോയതായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ഇൻഷുറൻസ് ഓഫീസിൽ ഒരു സ്റ്റാഫായിട്ട് കയറി. അത് എൻ്റെ സ്വന്തം ഹസ്ബൻഡിൻ്റെ ഓഫീസിലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന കസേരയിലിരിക്കുകയാണ്. മെല്ലെ മെല്ലെ വർക്കുകളൊക്കെ പഠിക്കുന്നു. ഇപ്പോൾ ട്രെയിനിയാണ്, 1 മാസത്തേക്ക് ട്രെയിനിയാണ്. എന്നോട് പറഞ്ഞു 1 മാസത്തിനുള്ളിൽ വർക്കൊക്കെ പഠിച്ചെടുത്താൽ മതിയെന്ന്. പക്ഷേ 1 മാസം കൊണ്ടെല്ലാം പഠിച്ചെടുക്കുമെന്ന് ഞാൻ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. കാര്യം കമ്പ്യൂട്ടറിൽ കുറേ കാര്യങ്ങൾ, ഈ പോളിസി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു ഈസിയാണെന്നോ, ഒരു പോളിസി എടുത്താൽ പോരെ എന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല. ഇവിടെ വാഹന ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കൂടാതെ നമ്മുടെ പ്രോപ്പർട്ടീസ്, ഹൗസ്, ബിൽഡിങ്, ഷോപ്പുകൾ എല്ലാം ഇൻഷുർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു കസ്റ്റമർ, ഞാനിവിടെ ഒരാഴ്ച ഇരുന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കിയത് കേട്ടോ. വിവിധ ആവശ്യങ്ങളുമായിട്ടാണ് ഇവിടെ കസ്റ്റമേഴ്സ് വരുന്നത്. ഒരു കസ്റ്റമറുടെ ആവശ്യമായിരിക്കില്ല മറ്റൊരു കസ്റ്റമറുടെ ആവശ്യം. അതുപോലെ തന്നെ വണ്ടിയുടെയൊക്കെ പോളിസി എടുക്കുമ്പോഴാണെങ്കിൽ അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള പോളിസി ഇഷ്യൂ ചെയ്യുമ്പം അത് നമ്മൾ എടുക്കേണ്ടത് ഓരോ വിധത്തിലാണ്. കാര്യം ഇതറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് 2 മിനിറ്റ് മതി. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നല്ലേ, 2 മിനിറ്റ് കൊണ്ടൊരു പോളിസി എടുക്കാം. പക്ഷേ ഞാനിത് മനസ്സിലാക്കി കണ്ടും കേട്ടും ചോദിച്ചും പഠിച്ചും ഒക്കെ ഇതെടുത്ത് കൊടുക്കേണ്ടി വരുമ്പോൾ താമസം വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. ഇവിടെ ഒരു സ്റ്റാഫുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡുണ്ട്, അവർ പെട്ടെന്ന് എടുത്തു കൊടുക്കും. ഞാൻ മെല്ലെ ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചും ഒരു 3 മാസം കൊണ്ട്, മിനിമം 2 മാസം, മാക്സിമം 3 മാസം കൊണ്ടൊക്കെ എല്ലാവിധ പോളിസികളുമൊക്കെ എടുക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഈ ക്രീമിൻ്റെ സെയിലൊന്നും നിർത്തിയിട്ടില്ല. ഇതും ആവശ്യമുള്ളവർ ചോദിച്ചോളൂ, ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യും. എനിക്ക് വരുന്ന ഓർഡറുകൾക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇത് എഴുതാൻ പറ്റുമല്ലോ, ഇതിൻ്റെ അഡ്രസ്സൊക്കെ എഴുതാനും ഒക്കെ പറ്റും. പിന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് ഇതൊന്ന് അയക്കാൻ വേണ്ടി പോയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ക്രീമിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഹണി ബാഗ്സ് ക്രീം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം, ഒത്തിരി നല്ല ഫീഡ്ബാക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സമയമാണ്. കാര്യം മഴക്കാലത്തിലേക്ക് വരികയല്ലേ. ഇപ്പോൾ ഇവിടെ പുറമേ എല്ലാം ഇരുണ്ട് മൂടി മഴ പെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഇവിടെ ഉച്ച കഴിഞ്ഞ് മഴയുണ്ട്. മഴക്കാലം, വർഷകാലം ആകാൻ പോകാൻ തോന്നുന്നു അല്ലേ? ചില കൊല്ലമൊക്കെ മെയ് 15 കഴിഞ്ഞാൽ കാലവർഷം ആരംഭിക്കും. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. വർഷക്കാലത്ത് ഈ ക്രീമിൻ്റെ പ്രസക്തി എന്താണെന്നല്ലേ? വേനൽക്കാലത്ത് നല്ല ചൂടായിരുന്നല്ലോ. അപ്പോൾ സൺറൈസൊക്കെ അടിച്ച് സൺ ടാനും പിഗ്മെൻറ്റേഷനും മെലസ്മയും ഒക്കെ കൂടി, അല്ലെങ്കിൽ സ്കിന്നിന് ഡിസ്കളറേഷൻ വന്ന് കരുവാളിച്ച് ഒക്കെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ഈ ക്രീം വാങ്ങുന്നവരോട് പ്രത്യേകം പറയുമായിരുന്നു, പകൽ ടൈമിൽ ഡേ ടൈമിൽ ഉപയോഗിക്കരുത്. കാര്യം ഇതിനകത്ത് കോക്കനട്ട് ഓയിലും കസ്തൂരി മഞ്ഞൾ പൗഡറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഡേ ടൈമിൽ ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങി നടന്നാൽ വെയിൽ കൊണ്ടാൽ ഒരുപക്ഷേ സ്കിൻ ഒന്നുകൂടി കരുവാളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിച്ചോളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നല്ല മഴക്കാലമാണെങ്കിൽ ഇത് നമുക്ക് ഡേ ടൈമിലും ഉപയോഗിക്കാം. കാര്യം വെയിലില്ലല്ലോ പുറത്ത്. ഇത് ഉപയോഗിച്ചിട്ട് സൂര്യരശ്മി അടിക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഡേ ടൈമിലും ഒരു മോയ്സ്ചറൈസറായിട്ട് മഴക്കാലത്ത് ഇതങ്ങ് ഉപയോഗിക്കാം. അപ്പോൾ മഴക്കാലത്ത് കണ്ടിന്യൂസ് ഇത് ഉപയോഗിച്ചാൽ നെക്സ്റ്റ് വേനൽക്കാലം വരുമ്പോഴത്തേനും, അടുത്ത വർഷത്തെ കടുത്ത വേനലിൻ്റെ ചൂട് വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മുഖം, സ്കിന്നൊക്കെ ക്ലിയർ ആക്കാൻ പറ്റും. സ്കിന്നിലെ ആ സൺടാൻ കൊണ്ടുണ്ടായ ആ കളറ് ചേഞ്ച് എല്ലാം ഒന്ന് മാറ്റി ഗ്ലോ ആക്കി വയ്ക്കാൻ പറ്റും. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കുക. നല്ല മഴക്കാലത്ത് നമുക്ക് ഡേ ടൈമിലും ഉപയോഗിക്കാം. അപ്പോൾ
ഞാനിനി നല്ല മഴക്കാലമാകുമ്പോൾ ഞാനിപ്പോൾ നൈറ്റ് ക്രീമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല മഴക്കാലമാകുമ്പോൾ ഓഫീസിലിരിക്കുമ്പോഴും, അതായത് രാവിലെ ഇങ്ങോട്ടേക്ക് പോരുമ്പോഴും ഡേ ടൈമിലും ഉപയോഗിച്ചിട്ട് പോരാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുഖത്തെ പാടൊക്കെ ഒരു 95% മാറിയിട്ടുണ്ട്. ദാ ഇവിടെ പാടുണ്ടായിരുന്നു, കരിമംഗല്യം കൂടുതലായിട്ട് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ഒരു ഭാഗത്ത്. അത് നല്ലതുപോലെ കുറഞ്ഞു, ഒരു 5% ഉള്ളൂ. ഞാനിപ്പോഴും ഈ ക്രീം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇന്നലെ ഇവിടെ ഈ ഓഫീസിൽ വന്ന ഒരു കസ്റ്റമറാണ്, കസിൻ സിസ്റ്ററുമാണ്. അവർ പറഞ്ഞു, ചേച്ചിയുടെ മുഖത്തെ പാടൊക്കെ പോയിട്ടുണ്ടല്ലോ, എന്താണ് യൂസ് ചെയ്യുന്നത്, എനിക്കും ഒരു ക്രീം വേണമെന്ന് പറഞ്ഞു. അവരുടെ മുഖത്ത് നല്ല പാടുണ്ട്, കരിമംഗല്യം എന്ന് പറയുന്ന ആ സംഭവമുണ്ട്. അപ്പോൾ ഈ ക്രീം ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിരിക്കുക. നോക്ക്, എൻ്റെ മുഖത്ത് കംപ്ലീറ്റ് പോയി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. യാതൊരു മേക്കപ്പ് ഇട്ടിട്ടില്ല, പൗഡർ പോലും ഇടാതെ വേഗം തിരക്ക് പിടിച്ച് ഓഫീസിലേക്ക് പോകുന്നതാണ്. ഒരു 5% ഉണ്ട് ഈ പാട് ഉണ്ടായിരുന്ന സ്ഥലത്ത് മാത്രം. ബാക്കി സ്കിന്നൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നെറ്റിയിലുണ്ടായിരുന്ന ചുളിവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രായം കൊണ്ടുവരുന്ന റിങ്കിൾസ് മാറാനും മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന പാട്, ചൂടുകുരുവിൻ്റെ ചൊറിച്ചിൽ, പിന്നെ നമ്മളെ വസ്ത്രമൊക്കെ ടൈറ്റായിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർ ആംസിലൊക്കെ ഈ വിയർപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ഇച്ചിങ്, ചൊറിച്ചിൽ അല്ലെങ്കിൽ കറുപ്പ് ഒക്കെ മാറാനായിട്ട് ഈ ക്രീം നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള, ഒരുപാട് ഉപയോഗമുള്ള ഒരു ക്രീമാണ് കേട്ടോ. അപ്പോഴേ എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്ത ആളില്ലേ, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ക്രീമിൻ്റെ വിശേഷമൊക്കെ വർണ്ണിച്ച് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നാലേ എന്നെ ഇവിടുന്ന് പുറത്താക്കും. അപ്പോൾ നോക്കട്ടെ, പിന്നെ പ്രൊബേഷൻ പീരീഡ് ആണല്ലോ, അപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ എനിക്കിവിടെ സ്ഥിരമായ നിയമനം ലഭിക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. സമയം 1:46, ഉച്ചയ്ക്കത്തെ ഇൻ്റർവെൽ ടൈമാണല്ലോ, 1 മണി മുതൽ 2 മണി വരെ. അപ്പോഴും ഞാനിങ്ങനെ ഊണൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പറയാമെന്നും എനിക്ക് പുതിയ ജോലി കിട്ടിയ വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കാമെന്നും ഒക്കെ വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എൻ്റെ പരീക്ഷയുടെ ദിവസം ആ വീഡിയോ കണ്ടിരിക്കാം, പ്രാർത്ഥിച്ചിരിക്കാം, സപ്പോർട്ട് ചെയ്തിരിക്കാം. ഇനി ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയതെങ്കിൽ, നിങ്ങൾ കണ്ടതെങ്കിൽ, നിങ്ങൾ ടീച്ചർ എന്ത് പരീക്ഷയാണാവോ ഇനി എഴുതിയത് എന്ന് ചിന്തിച്ചിരിക്കാം അല്ലേ. എങ്കിലും അപ്പോഴും എന്നോട് സ്നേഹമുള്ള നിങ്ങൾ ടീച്ചർ ജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കാം. ഏതായാലും റിസൾട്ട് വന്നപ്പോൾ ടീച്ചർ ജയിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചതിന് ഒത്തിരി താങ്ക്സ്, സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ്, ഒത്തിരി സ്നേഹം. അപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഇനിയും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും വിഷയങ്ങളും വീഡിയോസുമൊക്കെയായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്താം. അങ്ങനെ നമുക്ക് പാണ്ഡവർ ഒരു കൊല്ലം അജ്ഞാതവാസം കഴിച്ചതുപോലെ അജ്ഞാതവാസത്തിൽ ഇരുന്നു കൊണ്ട് വിദൂരങ്ങളിലിരിക്കുന്ന നിങ്ങളുമായി ചങ്ങാത്തം കൂടാം, നിങ്ങൾക്ക് ഞാനുമായി ചങ്ങാത്തം കൂടാം, സ്നേഹം പങ്കിടാം. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഈ ക്രീമിൻ്റെ സെയിൽ തുടങ്ങിയ പിന്നെ ഒരുപാട് വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് കുറേ കസ്റ്റമേഴ്സിനെ എനിക്കറിയാത്ത അവരെ സഹോദരങ്ങളായി കിട്ടി. ഇടയ്ക്കൊക്കെ സമയം കുറവുണ്ട് എങ്കിലും വല്ലപ്പോഴുമൊക്കെ ചില കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട്, സ്നേഹവും സന്തോഷവും ഒക്കെ പുതുക്കാറുണ്ട്, പങ്കുവയ്ക്കാറുണ്ട് വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഒരു സഹോദര ബന്ധത്തിൽ ഉള്ളവരുണ്ട്, ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്. ഒത്തിരി സന്തോഷം തോന്നും കേൾക്കുമ്പോൾ. ആ ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ ആ മനസ്സിൻ്റെ അടുപ്പമല്ലേ, മാനസികമായ അടുപ്പമല്ലേ, ദൂരെ ഇരുന്നു കൊണ്ടേ അങ്ങനെ നമ്മളെ വിളിക്കുമ്പോഴേ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ, പ്രത്യേക സന്തോഷമാണ്. ക്രീമിനെക്കുറിച്ച് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് എൻ്റെ ഫോണിൽ ആ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പം ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ച് തരാം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. സ്കിൻ ബ്രൈറ്റ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച യൂസ് ചെയ്തപ്പോഴേ ബ്രൈറ്റ് ആകാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തിൽ കുറച്ച് കസ്റ്റമേഴ്സ് എന്നോട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ബ്രൈറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കിൻ ബ്രൈറ്റ് ആവും, വൈറ്റനിങ് സംഭവിക്കും, റിങ്കിൾസ് മാറും, ചെറുപ്പം നിലനിർത്താം. അപ്പോൾ ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ക്രീം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ. ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കാം കേട്ടോ, എന്നിട്ട് വാട്സപ്പിൽ വന്നാൽ മതിയേ. ഓക്കെ, ബൈ.